ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാനിന്ന് ഒരുപാട് ദിവസമായി അറിവിൻ്റെ കൂടാരം എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് അതുകൊണ്ട് മാത്രം ഞാൻ വന്നതാണ്. ഇപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്നിരിക്കുന്നത് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചാണല്ലോ. അപ്പോൾ അതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എമ്പുരാൻ സിനിമ നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടില്ല, എങ്കിലും ആളുകൾ പറയുന്നത് കേട്ടു ഇന്ന് അതിൽ നിന്ന് കുറേ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുമെന്നും അതുപോലെ തന്നെ എമ്പുരാൻ സിനിമയിൽ ഭയങ്കര രാഷ്ട്രീയത്തിൻ്റെ ഇതാണ് എന്നെല്ലാം പറഞ്ഞു. പണ്ടും ഉണ്ടായിരുന്നു ഈ സിനിമകളിൽ രാഷ്ട്രീയം. നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം അഭിനയിക്കുമ്പോൾ പാപ്പിയപ്പച്ച എന്ന് പറയുന്ന സിനിമ കോമഡി ആയിരുന്നു, ദിലീപിൻ്റെ പടം അല്ലേ? അതിലും ഉണ്ടായിരുന്നല്ലോ രാഷ്ട്രീയത്തിൻ്റെ ചെറിയ പോരാട്ടങ്ങളും മത്സരങ്ങളും എല്ലാം. അത് വളരെ തന്മയത്വത്തോടു കൂടി അത് നല്ല ഹാസ്യരൂപേണ അഭിനയിച്ചതുകൊണ്ട് കാവ്യമാധവനും ദിലീപും അതുപോലെ തന്നെ നമ്മുടെ ഇൻസെൻ്റ് ചേട്ടനൊക്കെ അഭിനയിച്ച ആ ചിത്രം വളരെ രസകരമായിരുന്നു കണ്ടിരിക്കാൻ. അതിലെ പാട്ടുകൾ നല്ല രസകരമായിരുന്നു. പക്ഷേ ഇത് ഇച്ചിരി ഹാഷായിപ്പോയി. പൃഥ്വിരാജ് ഡയറക്ടറായിട്ട് സംവിധാനം ചെയ്ത ആ പടത്തിൽ എനിക്കും അതിൻ്റെ ഭാഗവാക്കാകാൻ കഴിഞ്ഞു. 2 ദിവസം നമ്മുടെ തമ്മനം വില്ലയിലായിരുന്നു അതിൻ്റെ ഷൂട്ട്. എല്ലാവരും വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട് രാഷ്ട്രീയത്തിൻ്റെ ഇതായിരുന്നു. അപ്പോൾ മഞ്ജു വാര്യരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന സീനായിരുന്നു. അതിൽ എന്നെ കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തന്നെ അറിയില്ല, എങ്കിലും ഞാൻ ഇതുവരെ പിക്ചർ കണ്ടില്ല, കാരണം തിരക്കായിരുന്നു എന്നും പിന്നെ ഇന്ന് കുറേ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പോയില്ല. എന്നാലും എനിക്ക് ആ പടം ഒന്ന് കാണണമെന്നുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയത്തിൻ്റെ ഇതെല്ലാം പറയുന്നു എന്ന് കരുതി ഇതിനെ ഇത്രമാത്രം അവഗണിക്കേണ്ട കാര്യമില്ല. പണ്ട് കാലത്തും അതെ, രാഷ്ട്രീയങ്ങളും അതുപോലെ ഓരോ സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള സിനിമകളാണ്. ഇപ്പോൾ കൂടത്തായി, അതുപോലെ തന്നെ നമ്മുടെ മോളി വധക്കേസിൻ്റെ, അതുപോലെ ഓരോരോ. പിന്നെ ഇപ്പോഴത്തെ ഈ നമ്മുടെ സിനിമകളിലുള്ള ഈ വെള്ളംകുടി, അതായത് ചുമ്മാ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ഉള്ള ഈ വെള്ളംകുടി, അതൊന്ന് അവസാനിപ്പിച്ചാൽ വളരെ നന്നായിരുന്നു. കാരണം കുടുംബ കഥകൾ എടുക്കുന്നില്ല. ദൃശ്യം എന്ന കഥയിലാണെങ്കിലും ഒരു കൊലപാതകത്തിൻ്റെ ചുരുളാണ് അല്ലേ? അത് കണ്ടിട്ട് അതുപോലെ ചെയ്ത ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളല്ലാതെ നമുക്ക് മനുഷ്യർക്ക് വളരെയധികം നല്ല നല്ല കാര്യങ്ങൾ കൊടുക്കുന്ന സിനിമകൾ ഇനിയും നിർമ്മിക്കട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം. പിന്നെ ഇപ്പം നിർമ്മിച്ചു പോയി, അതിൻ്റെ പേരിൽ ഇനി ആരും ബലിയാടാക്കിയിട്ടും കാര്യമില്ല. പിന്നെ നമ്മളെപ്പോലുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾക്ക് ചെറിയ ചെറിയ അവസരങ്ങളാണ് അവർ തരുന്നത്. നമുക്ക് കൂടുതൽ അവസരങ്ങൾ തരാൻ അവർ മുതിരുന്നില്ല. അവർ പഴയ ആൾക്കാർ തന്നെ ഇപ്പോഴും അഭിനയിക്കുന്നു. പുതിയ ആളുകൾക്ക് ഒരു അവസരങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ സിനിമയിലുള്ള അവരുടെ മക്കളെ മാത്രമാണ് അവർ അഭിനയിപ്പിക്കുന്നത്. എന്തൊരു കഷ്ടമാണ്. നമുക്കിപ്പോൾ ലക്ഷങ്ങൾ മുടക്കി സിനിമയിൽ അഭിനയിക്കാൻ പോകാൻ പറ്റില്ല, എന്നാൽ നമുക്ക് തരുന്നത് തുച്ഛമായ വരുമാനം. എന്തായാലും ഇങ്ങനെയെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് തോന്നുന്നത്. കാരണം സിനിമാ മേഖല വേണ്ട എന്ന് ഞാൻ പറയില്ല, പക്ഷേ നല്ല നല്ല സിനിമകൾ ഉണ്ടാവണം. മനുഷ്യർക്ക് നല്ല രീതി മനസ്സിലാക്കാനുള്ള, കൊച്ചുമക്കൾക്ക് ഈ വെള്ളംകുടിയുടെയും അതുപോലെ തന്നെ ഇതിൽ നിന്നെല്ലാം മാറി നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഗൈസ്, അപ്പോൾ ഓക്കെ, ബൈ. എല്ലാവരും എൻ്റെ അറിവിൻ്റെ കൂടാരം എന്ന യൂട്യൂബ് ചാനൽ കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ ഗൈസ്, ബൈ.